Hello guys and welcome back to Best Car Picks. നമുക്കറിയാം Citroen എന്ന് പറഞ്ഞൊരു കാർ മാനുഫാക്ചറർ ഇന്ത്യയിൽ അവരുടെ മാസ് മാർക്കറ്റ് വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായിട്ടില്ല. ഈവൻ ദോ ഒരുപാട് വണ്ടികൾ ഇറക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളിപ്പം ആദ്യം C5 എയർക്രോസ് കണ്ടു, അതിനുശേഷം C3, പിന്നെ C3 എയർക്രോസ് കണ്ടു, C3 കണ്ടു, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബസാൾട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു C3 ഇറക്കിയതിൽ ലാറ്റിൻ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ആ വാഹനത്തിന് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. അത് കഴിഞ്ഞ് ഈ C3 നമ്മുടെ ഗ്ലോബൽ എൻക്യാപ് എടുത്ത് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിന് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. അപ്പോൾ പിന്നെ എല്ലാവരും വിചാരിച്ചു ഓക്കെ സിട്രോയിൻ്റെ വണ്ടികളുടെ സേഫ്റ്റി വളരെ മോശമാണ്. ഈവൻ ബാക്കി വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രൈസും ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സും ഇല്ല, ഭയങ്കര ബേസിക് വണ്ടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇവരുടെ വണ്ടി എടുക്കുന്നത്, അറ്റ്ലീസ്റ്റ് നല്ല സേഫ്റ്റി എങ്കിലും തന്നൂടെ എന്നാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ സിട്രോൻ അവരുടെ ബസാൾട്ട് ഇറക്കിയിരിക്കുന്നത്. ഇനീഷ്യലി ബസാൾട്ട് ഇറക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് വാഹനത്തിന് കിട്ടിയിരുന്നു ആൾക്കാരുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ അത്ര നല്ല റെസ്പോൺസ് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സെയിൽസ് പതുക്കെ താഴേക്ക് വരികയാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും ആദ്യത്തെ ഒരു കേസിൽ ഇവരിറക്കിയ വണ്ടിയുടെ ആ ഒരു മികവ് നമുക്ക് കാണാം. കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യം എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇമ്പ്രൂവ് ചെയ്തു. ഇഷ്ടംപോലെ അല്ല, അറ്റ്ലീസ്റ്റ് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എങ്കിലും ഇതിൻ്റെ അകത്ത് കൊടുത്തു. ഭയങ്കര ഗിമ്മിക്ക് ഫീച്ചേഴ്സൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഈ വാഹനത്തിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. അത് അത്ര ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഭാരത് എൻക്യാപ്പിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് ഇപ്പോൾ പെട്ടെന്ന് വരും എന്നുള്ളതൊട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. കാരണം കുറേ കാലത്തേക്ക് ഇവരുടെ ഒരു റിസൾട്ടേ കാണാനില്ലായിരുന്നു. 2023 അവർ 4 വണ്ടികൾ ടാറ്റയുടെ ടെസ്റ്റ് ചെയ്തതാണ്. അതെല്ലാം സ്പോൺസേഡ് ടെസ്റ്റ് ആയിരുന്നു. ഹാരിയർ ടെസ്റ്റ് ചെയ്തു, സഫാരി ടെസ്റ്റ് ചെയ്തു. ഹാരിയറിന് സഫാരിയുടെ ആദ്യത്തെ ടെസ്റ്റ് അതായിരുന്നു. അതിന് പുറമെ നെക്സോൺ EVയും പഞ്ച് EVയും ടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റ് ചെയ്ത 4 വാഹനങ്ങൾക്കും അതിൽ നമുക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിപ്പോൾ ഇവരുടെ 5ാമത്തെ ടെസ്റ്റാണ്. ആൻഡ് ഇതിൽ നമുക്ക് കാണാം ബസാൾട്ടിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് അഡൽട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനും, അതുപോലെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനും കിട്ടിയിരിക്കുന്നത്. പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 32 26.19 പോയിന്റ്സ് ആണ് അഡൽട്സിൻ്റെ സേഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ചൈൽഡിൻ്റെ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 49 35.9 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അവർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെ ടോപ്പ് ആൻഡ് 1.2 ടെർബോ പെട്രോൾ ഓട്ടോമാറ്റിക് മാക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പക്ഷേ അവർ പറയുന്നതനുസരിച്ച് എല്ലാ വേരിയൻസിലും നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് കോമൺ ആണ്. 6 എയർ ബാഗ്സ്, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാം ബേസ് മോഡൽ മുതൽ തന്നെ കിട്ടുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റിന് ഇവിടെ പ്രസക്തിയില്ല, പക്ഷേ ESPയും അതുപോലെ 6 എയർ ബാഗ്സും അത്യാവശ്യം നല്ല പ്രസക്തിയുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ NA വേരിയൻസ് ആയാലും അതുപോലെ ടർബോ വേരിയൻസ് ആയാലും ബേസ് മോഡൽ ആയാലും ടോപ്പ് മോഡൽ ആയാലും എല്ലാത്തിനും ഈ സേഫ്റ്റി റേറ്റിംഗ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഭാരത് എൻക്യാപ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടെസ്റ്റ് റിസൾട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അത് അഡൽട്ടിൻ്റെ കേസ് എടുക്കാം. അതിൽ അവർ 2 ടെസ്റ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, രണ്ടിനും 16 പോയിന്റ്സ് വെച്ചാണ് വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 32 ആവുന്നത്. ഇതിലിപ്പം ആദ്യത്തെ ഫ്രണ്ട് ഓഫ്സെറ്റ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഈ വാഹനത്തിന് 10.19 പോയിന്റ്സ് മാത്രമേ ഔട്ട് ഓഫ് 16 ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഫ്രണ്ടിലത്തെ പാസഞ്ചറിൻ്റെ ചെസ്റ്റും അതുപോലെ ആ ഒരു പോർഷനൊക്കെ ഇവർ റെഡ് ഓറഞ്ച് ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് വീക്കായിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. റെഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ ഓറഞ്ച് കുറച്ചധികം സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ ഇത്തിരി വീക്കായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മഞ്ഞയൊക്കെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞയും അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും ഹെഡ് രണ്ടും സേഫാണ്. അതിന് കറക്റ്റ് പച്ചയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊന്നും കുഴപ്പമില്ല. ആകെപ്പാടെ നമ്മുടെ ഡ്രൈവറിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനും പിന്നെ കുറച്ച് അണ്ടത്തെ ആ ഒരു ഏരിയയും അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മാർജിനൽ പ്രൊട്ടക്ഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 10.19 പോയിന്റ്സിലേക്ക് ഫ്രണ്ട് ഓഫ്സെറ്റ് ടെസ്റ്റ് പോയത്. പക്ഷേ സൈഡ് ഓഫ്സെറ്റ് ടെസ്റ്റ് നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. 16 ഔട്ട് ഓഫ് 16 പോയിന്റ്സ് ആണ് ഈ വാഹനത്തിന് സൈഡ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ റൈറ്റ് സൈഡിൽ ഇമേജസ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. 2 സൈഡും ഡ്രൈവറിൻ്റെ ആയാലും കോ ഡ്രൈവറിൻ്റെ ആയാലും 2 സൈഡും പച്ച തന്നെയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 16 ഔട്ട് ഓഫ് 16 കിട്ടിയിരിക്കുന്നത്. ഈ 2 പോയിന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന് 26.19 പോയിന്റ്സ് ഔട്ട് ഓഫ് 32 ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ഇങ്ങനെയാണ് ഇതിന് നമുക്ക് ഔട്ട് ഓഫ് 5 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചത്. ഇനി ചൈൽഡ് സേഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് COP ആണ്, ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷൻ. പിന്നെ വരുന്നത് CRS ആണ്, ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം. പിന്നെ ഉള്ളത് വെഹിക്കിൾ അസസ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓരോന്നിൻ്റെയും കേസിൽ പറയാം. ആദ്യം നമുക്ക് ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷൻ നോക്കാം. ഈ 49 പോയിന്റ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്നത് COPക്കാണ്. ആൻഡ് അത് 24 പോയിന്റ്സ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. മാക്സിമം വരുന്ന അത്രയും പോയിന്റ്സ് ആണ്. 19.9 പോയിന്റ്സ് ആണ് ഈ വാഹനത്തിന് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ, അതായത് COPയുടെ കാര്യത്തിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ CRS അതായത് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് ടോട്ടൽ 12 പോയിന്റ്സ് ആണുള്ളത്. അതിൽ വീണ്ടും സർപ്രൈസിംഗ്ലി ഈ വാഹനത്തിന് 12 ഔട്ട് ഓഫ് 12 തന്നെ കിട്ടിയിട്ടുണ്ട്. സോ വെരി ഇംപ്രസീവ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വെഹിക്കിൾ അസസ്മെൻ്റ് ആണ്. വെഹിക്കിൾ അസസ്മെൻറ്റിൽ സേഫ്റ്റി ഇതിൻ്റെ റേറ്റിംഗ് കുറച്ച് താഴത്തേക്ക് പോയി. ടോട്ടൽ 13 പോയിന്റ്സ് ആണ് അവിടെ അവാർഡ് ചെയ്യുന്നത്. പക്ഷേ ഈ വാഹനത്തിന് 4 പോയിന്റ്സ് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ടോട്ടൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് 35.9 പോയിന്റ്സ് ഈ വാഹനത്തിന് ടോട്ടൽ ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്ന. 49 പോയിന്റ്സ് ആണ് ടോട്ടൽ വരുന്നത്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വാഹനത്തിന് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും ടോട്ടൽ 5 സ്റ്റാറിൽ ഔട്ട് ഓഫ് 5 4 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്.
ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ സിട്രോയിൻ ബസാൾട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു സേഫ്റ്റി അനാലിസിസ്. പിന്നെ ബാക്കി നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് പോലെ ഇപ്പോൾ അത്ര അഡ്വാൻസ്ഡ് അല്ല ഭാരത് എൻക്യാപ്പ് പല ടെസ്റ്റുകളും ഗ്ലോബൽ എൻക്യാപ്പ് ഇപ്പോൾ ചെയ്യുന്നത്രയും ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷൻ ഈ ഒരു ഭാരത് എൻക്യാപ്പ് ചെയ്യുന്നില്ല. അതുപോലെ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റത്തിന് ടെസ്റ്റ് ചെയ്യുന്നില്ല. ESPയുടെ ടെസ്റ്റും അവർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഈ വണ്ടിയുടെ കേസിൽ ഞാൻ ആ ഒരു ഫുട്ടേജ് വീഡിയോയിൽ കണ്ടില്ല. പക്ഷേ ഇതൊക്കെ ഗ്ലോബൽ എൻക്യാപ്പ് ചെയ്യുന്ന ടെസ്റ്റുകൾ തന്നെയാണ്. എന്തൊക്കെയായാലും ഈ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. അതായത് നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം. അതുപോലെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടക്ഷൻ, ലോഡ് ലിമിറ്റേഴ്സ്, പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇത്രയും സാധനങ്ങൾ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതൊരു നോമാണ്. അല്ലെങ്കിൽ ഇവർക്ക് പോയിന്റ്സ് കട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് താഴത്തേക്ക് പോകും. ഗ്ലോബൽ എൻക്യാപ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിന് പക്ഷേ ഇടയ്ക്ക് ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് അവർ സേഫ്റ്റി റേറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ചില വണ്ടികളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മാരുതി സുസുക്കിയുടെ ഒക്കെ കേസിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, ഈവൻ നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ പോലും സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റുകൾക്ക് മാത്രമേ 5 ഔട്ട് ഓഫ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ മാക്സിമം 3 or 4 വരെ അങ്ങോട്ട് ഒതുക്കി കളയും. അതിന് മുകളിലേക്ക് പോയിന്റ്സ് പോകില്ല. കാരണം അവരെ ടെസ്റ്റ് തന്നെ പെർഫോം ചെയ്യില്ല. അവരാകെപ്പാടെ 1-2 ടെസ്റ്റ് പെർഫോം ചെയ്തിട്ട് 3 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതി വിട്ട് കൊടുക്കും. പക്ഷേ നിങ്ങൾ സ്പോൺസേഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതേസമയം അവർ ബാക്കി ടെസ്റ്റുകളും കൂടെ ചെയ്യും. അപ്പോൾ നമുക്ക് 5 ഔട്ട് ഓഫ് 5 വണ്ടിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണ് അതിനനുസരിച്ചുള്ള പോയിന്റ് തന്നെ കിട്ടും. എന്തായാലും ഭാരത് എൻക്യാപ്പ് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുവരെ സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റുകൾ മാത്രമേ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഗവൺമെൻറ് ഫണ്ടഡ് എന്നൊക്കെ പറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് പോകുന്നുണ്ടോ എന്നെനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് കുറേ സ്പൈ ഷോട്ട്സ് ഒക്കെ വന്നതാണ്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഫ്രോങ്സ്, അതുപോലെ ചില വണ്ടികളിലൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ലീക്സ് ഒക്കെ വന്നിട്ടും ഇതുവരെ ഒരു റിസൾട്ട് പുറത്തുവിടാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യാം. ചിലപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ സേഫ്റ്റി റിസൾട്ട് കൂടെ പുറത്ത് വരുമായിരിക്കും. ബസാൾട്ട് ഇറങ്ങിയിട്ട് പക്ഷേ ഒരുപാട് കാലമായിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സേഫ്റ്റി റിസൾട്ട് പുറത്ത് വന്നു. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എപ്പോഴും ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സേഫ്റ്റി റിസൾട്ടും കൂടെ പുറത്ത് വിടുന്നൊരു കമ്പനിയായിരുന്നു നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്. ഇപ്രാവശ്യം കർവിൻ്റെ കേസിൽ അവരത് അങ്ങനെ ചെയ്തിട്ടില്ല. നെക്സോൺ ആയാലും പഞ്ചീവി ആയാലും ഏത് വണ്ടി ആയാലും ഈവൻ ഹാരിയർ സഫാരി ഇത്രയും കാലമായിട്ട് ടെസ്റ്റ് ചെയ്യാണ്ടിരുന്ന വണ്ടികൾ പോലും ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ സേഫ്റ്റി റിസൾട്ടും കിട്ടി. പക്ഷേ കർവിൻ്റെ കേസിൽ ഇതുവരെ ഗ്ലോബൽ എൻക്യാപ്പോ ഭാരത് എൻക്യാപ്പോ ഒരു എൻക്യാപ്പും ക്രാഷ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നിട്ടില്ല. ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് വരുമായിരിക്കും. എന്തായാലും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഗ്യാപ്പിൽ നമ്മുടെ ബസാൾട്ട് കയറിയും ഗോൾ അടിച്ചു. അതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടുകയും ചെയ്തു. പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ്. ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ക്വാളിറ്റിയോ, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുമല്ലോ വണ്ടിക്ക് ഡോറിന് വെയിറ്റ് ഇല്ല, ഹുഡിന് വെയിറ്റ് ഇല്ല, ബോണറ്റിന് വെയിറ്റ് ഇല്ല, ഡിക്കിക്ക് വെയിറ്റ് ഇല്ല എന്നൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വണ്ടികൾ കുറച്ച് വീക്കാണ്. കാരണം സിട്രോയിൻ അവിടെയൊക്കെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷീറ്റ് മെറ്റലിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അവർ ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു അവരകത്തുള്ള ആ ഒരു സംഭവം, അതായത് പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ആ ഒരു സേഫ്റ്റി ഇഷ്യൂ വരില്ല എന്ന് ലോഞ്ച് ടൈമിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ എടുക്കുകയാണെങ്കിലും അതുപോലെ ക്രാഷ് ടെസ്റ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും അവർ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് മെറ്റലിൻ്റെ ക്വാളിറ്റി അത് കമ്പനിയുടെ ഒരു അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ടാറ്റയുടെ ഭയങ്കര കട്ടിയുള്ള മെറ്റലാണ് എന്ന് വെച്ച് അകത്ത് നമുക്ക് പ്രത്യേകിച്ചുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവം വരുന്നില്ലെങ്കിൽ കാര്യമില്ല. ഞാനിപ്പോൾ ടാറ്റയെ അങ്ങനെ ഉദ്ദേശിച്ചല്ല. കാരണം ടാറ്റയുടെ പ്ലാറ്റ്ഫോം ആയാലും പുറത്ത് അവർ ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ ക്വാളിറ്റി ആയാലും രണ്ടും വളരെ നല്ലതാണ്. എനിവേ ഗൈസ്, നമ്മുടെ ബസാൾട്ടിൻ്റെ സേഫ്റ്റി റേറ്റിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.